ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തുടരുമെന്ന് പറഞ്ഞ സിനിമയിലെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചാണ് ഈ വീഡിയോ. എന്ന് മാത്രമല്ല, ഈ സിനിമയിൽ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ, വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സംസാരിക്കാൻ പോകുന്നത് തുടരുമെന്ന് പറഞ്ഞ സിനിമയിലെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചാണ്. ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 160 കോടി രൂപ വേൾഡ് വൈഡ് സിനിമയ്ക്ക് വെറും 11 ദിവസം കൊണ്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. 160 കോടി രൂപ. ഇപ്പോഴും ബുക്ക് മൈ ഷോയ്ക്കകത്ത് ഒരു മണിക്കൂറിൽ 10-11K ടിക്കറ്റ്. അത് രാത്രിയാണ് ഞാൻ നോക്കിയത്. അപ്പോൾ പകൽ ഏകദേശം അത്ര തന്നെ കാണും. അങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് നോക്കിയപ്പം 1.3K ടിക്കറ്റ് പെർ ഹവർ. രാവിലെ 6 മണി. അപ്പോൾ 5 മണി തൊട്ട് 6 മണി വരെ ബുക്ക് ചെയ്തതാണ് 1600 ടിക്കറ്റ്. അപ്പം ഈ സിനിമയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ സിനിമ ഞാൻ ഇപ്പോഴും അടിവരായിട്ട് പറയുന്നു, ഈ സിനിമ 200 കടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 200 കടന്ന് പോകുമെന്ന് പറഞ്ഞാൽ വെറും മിനിമം ആയിട്ട് 200 കോടി ക്ലബിലെത്തും. പക്ഷേ മാക്സിമം എങ്ങോട്ടാണ് പോകും? കാരണം ഇതിൻ്റെ തമിഴ് റിലീസാകാൻ പോകുന്നത് മെയ് 12 മെയ് ആ സമയത്ത് റിലീസാവുന്നുണ്ട്. തമിഴിലും കൂടെ ഈ സിനിമ ക്ലിക്കായി കഴിഞ്ഞാൽ, ഏകദേശം ക്ലിക്കാവാനുള്ള സാധ്യതയുണ്ട്. തമിഴിലും കൂടെ ഈ സിനിമ ക്ലിക്കായി കഴിഞ്ഞാൽ ഈ സിനിമ 250-260 കോടി രൂപ ക്ലബിൽ ഇടം പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ പറയും, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇതിൻ്റെ വാരി കെട്ടിയിട്ടടിക്കുക ഇല്ലെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം നിങ്ങൾ ഒരു മോഹൻലാൽ ഫാനാണെങ്കിൽ നിങ്ങളടുത്ത് പറയണം, തുടരും എമ്പുരാൻ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എടുക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മോഹൻലാൽ ഫാൻ എടുക്കുമോ എമ്പുരാൻ? നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കണം, നിങ്ങൾ എമ്പുരാനെ കോരി കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, എമ്പുരാൻ വേണോ തുടരും വേണോ എന്ന് ചോദിച്ചാൽ, എമ്പുരാൻ പോലത്തെ സിനിമ മോഹൻലാലിന് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിൽ വേണോ, തുടരും പോലത്തെ സിനിമ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അയ്യോ, നമുക്ക് എമ്പുരാൻ മതി, നമുക്ക് തുടരും വേണ്ട, തുടരും പോലത്തെ സിനിമ നമുക്ക് അത്രയും വേണ്ട, എമ്പുരാൻ പോലത്തെ ക്വാളിറ്റിയുള്ള സിനിമ മതി എന്ന് നിങ്ങൾ പറയുന്ന എത്ര ഫാൻസുകാരുണ്ട്? നിങ്ങൾക്ക് താഴെ കമൻറ്റ് ഇടണം, നമുക്ക് എമ്പുരാൻ മതി, തുടരും പോലത്തെ സിനിമ വേണ്ട. അല്ലെങ്കിൽ ഇപ്പം പറയും, താഴെ വരാൻ പോണ കമൻറ്റ് ഇപ്പോഴേ പറയാം, നമുക്ക് തുടരും വേണം, എമ്പുരാനും വേണം. എമ്പുരാൻ പോലത്തെ സ്റ്റൈലിഷ് സിനിമയും അത്രയും പണം മുടക്കിയുള്ള മലയാള സിനിമയും വേണം, തുടരും പോലത്തെ ക്വാളിറ്റിയുള്ള സിനിമയും വേണം. എന്തിനിടെ ക്വാളിറ്റി ഇല്ലാതെ ചവർ പടങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് പല രാജ്യങ്ങളിലും പോയി ചിത്രീകരിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം? ചെറിയ പൈസ മുടക്കി വലിയ പൈസ നേടുക, അതാണ് ഒരു പ്രൊഡ്യൂസർ നോക്കുന്നത്. അല്ലാതെ നിനക്കൊക്കെ ക്വാളിറ്റി ഉണ്ടാക്കി തരാൻ വേണ്ടി പോക്കറ്റിൽ നിന്ന് 250-300 കോടി രൂപ കളയാൻ വേണ്ടിയല്ല ഒരു പ്രൊഡ്യൂസർമാർ വന്നിരിക്കുന്നത്. അവർക്ക് മിനിമം പൈസയിൽ നിന്നും കൂടുതൽ കളക്ഷൻ നേടുക. ഇവന്മാർ ഇതിൽ 175 കോടി രൂപ എമ്പുരാന് വേണ്ടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അവന്മാർ അതിൽ നിന്ന് 400 കോടി 500 കോടി രൂപ നേടാൻ വേണ്ടിയുള്ള എല്ലാ കളിയും കളിച്ചിട്ടുണ്ട്. പക്ഷെ സംഭവിച്ചില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇനി അവരത് ചെയ്യുകയില്ല. പിന്നെ നമ്മൾ ഇതിൽ ഉറപ്പിച്ച് പറയാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അസ്ത്രയേൽ എന്ന് പറഞ്ഞ പടം നടക്കൂല. അത് 100% ഉറപ്പാണ്. അസ്ത്രയേൽ എന്ന് പറഞ്ഞ പടം ഇവിടെ ഡ്രോപ്പ് ചെയ്യാണ് സിനിമ. ഇത് നമ്മൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളെ ഈ ചാനലിലൂടെ വഴിയാണ് അസ്ത്രയേൽ എന്ന് പറഞ്ഞ പടം നടക്കൂലെന്ന്. ഷൂട്ടിംഗ് അഥവാ നടന്നാൽ ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയായിരിക്കും. കൂടിപ്പോയൊരു 100 കോടി രൂപയ്ക്ക് താഴെ, അല്ലെങ്കിൽ 100 കോടി രൂപയ്ക്ക് താഴെ എടുക്കുന്നൊരു സിനിമയായിട്ടായിരിക്കും അവർ എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ സിനിമ നടക്കൂലെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. 90% അസ്ത്രയേൽ എന്ന് പറഞ്ഞ സിനിമ നടക്കൂല. അതിപ്പോൾ എന്ത് പോസ്റ്റർ വന്നെന്ന് പറഞ്ഞാൽ, ആ പോസ്റ്റർ വന്നതും അതിൻ്റെ അനൗൺസ്മെൻറ്റും അതും എല്ലാം എമ്പുരാൻ്റെ പ്രൊമോഷനായിരുന്നു വേറെ. അല്ലാതെ ആ സിനിമ നടക്കാൻ പോകുന്ന സിനിമയല്ല. അടിവരയിട്ട് നിങ്ങൾ എഴുതിയെടുത്തോ, ആ സിനിമ ഒരിക്കലും നടക്കൂല. റിക്കി യൂനെയൊക്കെ കൊണ്ടുവന്ന ഒരിക്കലും 100 കോടി രൂപയുടെ ബഡ്ജറ്റ് നിൽക്കൂല. അതുകൊണ്ട് തന്നെ ആ സിനിമ നടക്കൂല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞു ഇതേപോലെ, അത് അജിത്തിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണെന്ന് പറയുമ്പോൾ താഴെ അത് ഫ്ലോപ്പ് സിനിമയാണ്. അതിൻ്റെ ബഡ്ജറ്റ് എത്രയെന്ന് അറിയാമോ? 210 കോടി എന്നതോളം അവരുടെ പ്രൊഡ്യൂസർ അനൗൺസ് ചെയ്തത്. വെളിയിൽ 250-260 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 210 കോടി നമുക്ക് പ്രൊഡ്യൂസർ പറഞ്ഞ് എടുത്താൽ മതി. അപ്പോൾ 210 എടുത്താൽ 100 കോടി രൂപയാണ് അതിൻ്റെ OTT പ്ലസ് സാറ്റലൈറ്റ് പോയത്. അതറിയാമോ? നെറ്റ്ഫ്ലിക്സ് ആണ് അതെടുത്തത്. അല്ലാതെ ആർക്കും വേണ്ടാതെ ഹോട്ട്സ്റ്റാറും ജിയോ ഹോട്ട്സ്റ്റാറൊന്നും അല്ല വന്നെടുത്തിട്ട് പോയത്. നെറ്റ്ഫ്ലിക്സ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സിനിമയ്ക്ക് കൊടുത്ത പ്രൈസാണ് 100 കോടി രൂപ എന്ന് പറയുന്നത്. 94 കോടി രൂപ അടുപ്പിച്ച്, 100 കോടി അടുപ്പിച്ച്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്ത്രയേൽ നടക്കൂല. തുടരും 200 കോടി വരെ 250 കോടി ക്ലബ്ബിൽ വേണമെങ്കിലും ഇടം പിടിക്കാനുള്ള ഇപ്പോഴും അതിനുള്ള സാധനം ഉണ്ട് അതിനകത്ത്. പിന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ പടം വെറും ഫ്ലോപ്പാണ്. ഗുഡ് ബാഡ് അഗ്ലിയും സിനിമയുടെ പൈസ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫ്ലോപ്പ് ആയിരിക്കും. എങ്കിൽ പോലും ബിസിനസ്സിൽ കൂടാതെ ലാഭം നേടി. അല്ലാതെ എമ്പുരാൻ പോലെ ബിസിനസ് കിട്ടിയിട്ട് നഷ്ടപ്പെടേണ്ടി വന്ന ഒരു സിനിമ ആയിരിക്കില്ല ഗുഡ് ബാഡ് അഗ്ലി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അജിത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കളക്ഷൻ നേടിയ സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. പിന്നെ ഒരു തമിഴ് സിനിമ എടുക്കുമ്പോൾ തമിഴ് സിനിമയ്ക്ക് എങ്ങനെ പോലും 10-200 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് വരും. അതുപോലെയല്ല മലയാള സിനിമ. അവർ 200 കോടി രൂപ ബഡ്ജറ്റ് ഇടണമെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ബിസിനസ് നേടിയെടുക്കാൻ അവർക്കറിയാം. അത് അങ്ങനെയുള്ളൊരു മാർക്കറ്റുള്ളൊരു ഇൻഡസ്ട്രിയാണ് തമിഴ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെയല്ല മലയാള ഇൻഡസ്ട്രി. ഇവിടെ കൊണ്ടുവന്ന് 200-300 കോടി രൂപ ഇറക്കി കഴിഞ്ഞാൽ 100 കോടി രൂപയ്ക്ക് മുകളിൽ പ്രൊഡ്യൂസറിന് നഷ്ടം വരും എന്നുള്ള കാര്യം ഇപ്പോൾ എമ്പുരാനിലൂടെ തെളിഞ്ഞു. ഇനി ആരും 250 കോടി 300 കോടി രൂപയൊന്നും മലയാള സിനിമയ്ക്ക് ചിലവാക്കൂല.
അതാണ് ഈ എമ്പുരാനിൽ നിന്നും കിട്ടിയ പാഠം. അല്ലാതെ ഇനി നമുക്ക് എത്ര കോടി രൂപ മുടക്കിയാലും കിട്ടുമെന്ന് എമ്പുരാൻ തെളിയിച്ചു എന്നൊക്കെ പറയുന്നത് വെറും വേസ്റ്റ്. അത്രയ്ക്കും തലയ്ക്ക് ആൾ താമസം ഇല്ലാത്തവന്മാരെ അത് പറയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.